ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബെർണോളീസ് തിയറമാണ്. ബെർണോളീസ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അതേ പ്രിൻസിപ്പിളാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ ബെർണോളീസ് തിയറം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്പോൾ എന്താ പറയുന്നത്? നമുക്ക് എനർജിയെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, അല്ലേ? നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ പറ്റില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റും? എനർജിയെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് മാറ്റാൻ കഴിയും, അല്ലേ? അപ്പോൾ ഇതേ ലോയാണ് എന്തും വരുന്നത് ബെർണോളീസ് തിയറവും പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന അതേ കോൺസെപ്റ്റ് തന്നെയാണ് എന്ത് പറയുന്നത് ബെർണോളീസ് തിയറവും പറയുന്നത്. ഓക്കെ, ഇനി ബെർണോളീസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം. അപ്പോൾ എന്താണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. അതായത് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റാത്ത, അമർത്താൻ അങ്ങനെ പറയില്ല, ഫ്ലൂയിഡിനെ അമർത്താൻ പറ്റാത്ത, കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഫ്ലൂയിഡ് ആണെങ്കിലാണ് നമുക്ക് ഈ ബെർണോളീസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ദേ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ ഓരോ പാർട്ടിക്കിളിനും സെയിം വെലോസിറ്റി ആണെങ്കിൽ അത്തരം ഫ്ലോയെയാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റരുത്, അതായത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, അതായത് എല്ലാ പാർട്ടിക്കിളിനും സെയിം വെലോസിറ്റിയിലായിരിക്കണം അത് ഫ്ലോ ചെയ്യേണ്ടത്. മൂന്നാമത്തേന്ന് പറയുന്നത് അത് നോൺ വിസ്കസ് ആയിരിക്കണം. എന്താണ് നോൺ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സുമായി സിമിലാരിറ്റി വരുന്ന ഒരു കോൺസെപ്റ്റാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഈ ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയുന്നത് പല ലെയറുകളായിട്ടായിരിക്കും ഈ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ലെയറുകൾക്കിടയിൽ എന്ത് വരും? നമ്മൾ പറഞ്ഞ ഒരു ഒപ്പോസിങ് ഫോഴ്സ് വരും, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. അപ്പോൾ അത്തരം ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ്, അതായത് അതിൻ്റെ മോഷനെ തടയുന്ന രീതിയിൽ ഒരു ഫോഴ്സ് വരും. അത്തരം ഫോഴ്സിനെ നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫോഴ്സുകളൊന്നും അവിടെ വരാൻ പാടില്ല. അങ്ങനത്തെ ഒപ്പോസിങ് ഫോഴ്സൊന്നും ഇല്ലാത്ത ഒരു ഫ്ലൂയിഡ് ആയിരിക്കണം നമുക്ക് ബെർണോളീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊരു ഐഡിയൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം ഫ്ലൂയിഡിനെ ഐഡിയൽ ഫ്ലൂയിഡ്, മാതൃകാപരമായ ഫ്ലൂയിഡ് എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഒന്ന്, ആ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റരുത്, അതായത് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ അത് സ്റ്റഡി ഫ്ലോ ആയിരിക്കണം, അതായത് സെയിം വെലോസിറ്റിയിലാണ് ഫ്ലോ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നോൺ വിസ്കസ്, അതായത് ഒപ്പോസിങ് ഫോഴ്സ് ഒന്നും അവിടെ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂയിഡാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡാണ് നമ്മൾ ബെർണോളീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ബെർണോളീസ് തിയറം എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. അതായത് നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് എന്ന കണ്ടീഷൻ കിട്ടുന്നതാണ് നമ്മുടെ ബെർണോളീസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാം. അപ്പം ഈ ഫ്ലൂയിഡിൽ ഇതുപോലുള്ളൊരു ഐഡിയൽ ഫ്ലൂയിഡ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം ഇനി എന്തെല്ലാം എനർജിയാണ്? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഏതെല്ലാം എനർജി ചേർന്നാണ് ഈ ടോട്ടൽ എനർജി ഉണ്ടാകുന്നത്? ഒരു ഫ്ലൂയിഡിൽ ഏതെല്ലാം എനർജി ഉണ്ട് അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ എനർജി, ഒരു ഫ്ലൂയിഡിൽ വരുന്ന ഒന്നാമത്തെ എനർജി എന്ന് പറയുന്നത് പ്രഷർ എനർജി. അതെന്താണെന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി, അല്ലേ? മോഷൻ കാരണം കിട്ടുന്ന എനർജി, ചലനം കാരണം കിട്ടുന്ന എനർജി, കൈനറ്റിക് എനർജി. മൂന്നാമത്തെ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു ഹൈറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ കാരണം കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് ഒന്ന് പ്രഷർ എനർജി, രണ്ട് കൈനറ്റിക് എനർജി, മൂന്നാമത്തേത് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്നെയാണ് ഈ ടോട്ടൽ എനർജി, അല്ലേ? അപ്പോൾ ആ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ് കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ എന്ത് പറയുന്നത് ബെർണോളീസ് തിയറം പറയുന്നത്. ഇനി നമുക്കിതിൽ അറിഞ്ഞുകൂടാത്തൊരു ടൈം എന്ന് പറയുന്നത് പ്രഷർ എനർജിയാണ്, അല്ലേ? പ്രഷർ എനർജി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രഷർ എനർജി കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഇതിൽ നിന്നൊരു ഫോർമുല മാത്രം ഒരു യൂസ്ഫുൾ ആണ്. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പ്രഷർ എനർജി. ഓക്കെ, ഞാൻ ഒരു ബീക്കർ എടുക്കുന്നു. ബീക്കറിനകത്ത് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ബീക്കറിനകത്ത് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. ഇവിടെ ഒരു പിസ്റ്റൺ ഘടിപ്പിക്കുകയാണ്. ഒരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റണിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇരിപ്പുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്. നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? താഴോട്ട്, അല്ലേ? പിസ്റ്റനെ താഴോട്ട് അമർത്തുകയാണ്, അല്ലേ? അപ്പോൾ താഴോട്ട് അമർത്തുമ്പോൾ എന്ത് ചെയ്യും? പിസ്റ്റൺ എന്ത് ചെയ്യും? താഴോട്ട് വരും, അല്ലേ? ഈ പിസ്റ്റൺ താഴോട്ട് വരും. അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ ഉണ്ടായി. പിസ്റ്റൺ സാധാ പൊസിഷനിൽ നിന്നും താഴോട്ട് വരുമ്പോൾ എന്തുണ്ടാവും? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സും ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഒരു ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വന്നാൽ അവിടെ വർക്ക് നടന്നു എന്ന് പറയാം.
വർക്ക് നടന്നു എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ് വർക്ക് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സും ഉണ്ട്, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും നടന്നു. അപ്പോൾ അവിടെ എന്ത് നടന്നു എന്ന് പറയാം? ഒരു വർക്ക്, ഗ്യാസിൽ അവിടെ ഒരു വർക്ക് ചെയ്തു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഫോഴ്സ് എഫ് ആണെന്ന് കൊടുക്കാം. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണെന്ന് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എഫ് ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം പ്രഷറിൻ്റെ ഫോർമുല എന്താണ്? പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണല്ലേ. പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ ഇതിൽ നിന്നും ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പോൾ നമുക്ക് എഫിന് പകരം എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ, പിന്നെ ബാക്കി എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ആയ എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് എന്ത് കൊടുക്കാം? വോളിയം വി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻറ്റു എ ഇൻറ്റു എക്സിന് പകരം, അതായത് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതിന് പകരം നമുക്ക് വി എന്ന് കൊടുക്കാം. അപ്പോൾ വർക്ക് ഈക്വൽ ടു പി വി. നമുക്ക് ഈ ഇക്വേഷൻ നമുക്കിനി അടുത്ത നമ്മുടെ ഇതിൻ്റെ പ്രൂഫൊക്കെ പഠിക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. വർക്ക് ഈക്വൽ ടു എന്താണ്? പ്രഷർ ഇൻറ്റു വോളിയം. അപ്പോൾ ഈ പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ ഈ വർക്കാണ് എന്തായി സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പ്രഷർ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. W ഈക്വൽ ടു പി വി എന്ന് പറയുന്ന വർക്കാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? പ്രഷർ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് ബെർണോളിസ് തിയറം പറഞ്ഞത് എന്തായിരുന്നു? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ടോട്ടൽ എനർജി ഏതൊക്കെ വരുന്നുണ്ട്? പ്രഷർ എനർജി വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് അടുത്ത ഏത് എനർജിയാണ്? കൈനറ്റിക് എനർജി അല്ലേ. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മൾ ബെർണോളിസ് തിയറം പറയുന്നത്. അതായത് ടോട്ടൽ എനർജി, ഒരു ഫ്ലൂയിഡിലെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ എനർജി ആരൊക്കെയുണ്ട്? പ്രഷർ എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം. പ്രഷർ എനർജി നമ്മൾ നേരത്തെ എഴുതി പി വി എന്ന് എഴുതിയില്ലേ. അപ്പോൾ പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം പി വി ബൈ യൂണിറ്റ് വോളിയം ബൈ വി പ്ലസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാലോ, ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്? യൂണിറ്റ് വോളിയം. അപ്പം ക്യാപിറ്റൽ വി കൊടുക്കുക. അടുത്തത് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമുക്കറിയാം എം ജി എച്ച് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോളിയം വി. ഈ വി വെലോസിറ്റി ആണ്. വെലോസിറ്റി ഇതെല്ലാം താഴെ കൊടുത്തിരിക്കുന്ന എല്ലാം വോളിയമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഷർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ വോളിയം ക്യാൻസലായി പോവും. ഇവിടെ നോക്കിയേ, ഹാഫ് എം വി സ്ക്വയർ ബൈ വി ആണ്. എം ബൈ വി മാസ് ബൈ വോളിയം. നമ്മൾ പറഞ്ഞു മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. അതിന് നമ്മൾ റോ എന്ന് കൊടുക്കും. മാസ് ബൈ വോളിയം റോ ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് റോ കൊടുക്കാം. അതുപോലെ ഇവിടെ എന്തുണ്ട്? മാസ് ബൈ വോളിയം ഉണ്ടല്ലേ. അപ്പോൾ എന്ത് കൊടുക്കാം? റോ കൊടുക്കാം. നമുക്ക് ബാക്കി എഴുതി നോക്കാം. ഈക്വൽ ടു എന്താണെന്നാണ് പറഞ്ഞത്? എ കോൺസ്റ്റൻറ്റ് എന്നാണ് ബെർണോളിസ് തിയറം പറയുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം പി പ്ലസ് ഹാഫ് എം ഡിവൈഡഡ് ബൈ വിക്ക് പകരം നമ്മൾ റോ എന്ന് കൊടുക്കുന്നു, റോ വി സ്ക്വയർ പ്ലസ് ഇവിടെ എം ബൈ വിക്ക് വരാൻ റോ കൊടുക്കുന്നു, റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ ഇതാണ്. പി എന്ന് പറയുന്നത് പ്രഷറാണ്. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇനി നമുക്കിതിൻ്റെ പ്രൂഫ് പഠിക്കാം. നമ്മളിനി ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ബെർണോളിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പരിചയപ്പെട്ടു. പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇതിനായിട്ട് ഞാനൊരു ട്യൂബ് എടുക്കുന്നു. അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഇറഗുലർ ഷേപ്പാണല്ലേ. അതായത് അതിൻ്റെ ഏരിയ, രണ്ട് സൈഡിലുള്ള ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ എന്താണ്? ഏരിയ കുറവാണല്ലേ. അപ്പം ഇറഗുലർ ഷേപ്പിലുള്ള ഒരു ട്യൂബ് അല്ലെങ്കിൽ പൈപ്പ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലൂയിഡിനെ സ്റ്റഡി സ്റ്റേറ്റിൽ ഒഴുക്കുന്നു. ഒരു ഫ്ലൂയിഡിനെ നമുക്ക് ഈ പൈപ്പിൽ കൂടെ ഒഴുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒഴുക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കണ്ടീഷനാണിത്. ഈ കണ്ടീഷൻ നമുക്ക് ഈ കണ്ടീഷനാണ് നമ്മളിപ്പം പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം
ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണുന്നുണ്ട്, അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ റീജിയൻ 1 ആയിട്ട് എടുക്കാം, ഇവിടെ റീജിയൻ 2 ആയിട്ട് എടുക്കാം. ലെഫ്റ്റ് സൈഡിനുള്ളതിന് നമ്മൾ റീജിയൻ 1 ആയിട്ട് കൊടുക്കുന്നു. അവിടുത്തെ പാരാമീറ്ററൊക്കെ നമുക്ക് ഇവിടെ റീജിയൻ 1-ൽ നമുക്ക് എഴുതാം, അതുപോലെ റീജിയൻ 2-ൽ വരുന്ന പാരാമീറ്ററൊക്കെ നമുക്ക് റീജിയൻ 2-ലും എഴുതാം. ഇനി നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്നും ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ റീജിയൻ അല്ലേ, ആദ്യത്തെ ഏരിയ കൂടിയ റീജിയൻ H1 ഹൈറ്റിലാണ് ഇരിക്കുന്നത് ആണല്ലോ. ഇത് H1 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടെയോ സെക്കൻഡ് റീജിയനിലെ ട്യൂബ് ഈ ഗ്രൗണ്ടിൽ നിന്നും H2 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് അതുപോലെ ഇവിടുത്തെ ഏരിയ നമുക്ക് A1 എന്ന് കൊടുക്കാം, ഇവിടുത്തെ ചെറിയ ഏരിയ നമുക്ക് A2 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീജിയൻ 1-ൽ നമ്മൾ ഏരിയ നോക്കാം. ഏരിയ എന്ന് പറയുന്നത് A1 ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഇവിടുത്തെ റീജിയൻ 2-ലെ ഏരിയ എന്ന് പറയുന്നത് A2 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇനി അതുപോലെ ഹൈറ്റ് എങ്ങനെയാണ്? ഹൈറ്റ് റീജിയൻ 1-ലെ ഹൈറ്റ് എന്ന് പറയുന്നത് H1 ആണ്, റീജിയൻ 2-ലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് H2 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഫ്ലൂയിഡിനെ ഈ ട്യൂബിലൂടെ മോളോട്ട് കയറ്റണോ അല്ലെ, മോളോട്ട് കയറ്റി ഇതിലേക്കൂടെ പുറത്ത് ചാടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോർമലി നമ്മളങ്ങ് വിട്ടാൽ അങ്ങനെ പോവുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണോ അല്ലെ, ഇവിടെ ഒരു വർക്ക് ചെയ്യണം. അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു M മാസ് ഉള്ളതും ΔV വോളിയം ഉള്ളതുമായൊരു ഫ്ലൂയിഡിന് നമ്മളങ്ങ് തള്ളിക്കയറ്റുവാണ്. M മാസ് ഉള്ളതും ΔV വോളിയം ഉള്ളതുമായ ഒരു ഫ്ലൂയിഡിന് നമ്മൾ തള്ളിക്കയറ്റുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഫ്ലൂയിഡ് മുകളിലോട്ട് ഒഴുകി എന്ത് ചെയ്യൂ? ഇവിടെ നിന്ന് അങ്ങ് പുറന്തള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പുറന്തള്ളുന്നതിനും എങ്ങനെ തന്നെയായിരിക്കും മാസും വോളിയവും? ഇവിടെ നിന്ന് പോയി അത് തന്നെയല്ലേ പുറത്ത് ചാടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഫ്ലൂയിഡിൻ്റെ മാസും വോളിയവും സെയിം ആണ്. രണ്ട് റീജിയനിലും മാസും വോളിയം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതും കൂടെ നമുക്ക് എഴുതാം. റീജിയൻ 1-ലെ മാസും വോളിയം എന്ന് പറയുന്നത് M-ഉം ΔV-യും ആണ്. റീജിയൻ 2-ലെ മാസും വോളിയം സെയിം തന്നെയാണ്, M-ഉം ΔV-യും ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു വർക്ക് ചെയ്തല്ലേ, റീജിയൻ 1-ൽ നമ്മളൊരു വർക്ക് ചെയ്തു, അതുകൊണ്ടല്ലേ ആ ഫ്ലൂയിഡ് അങ്ങോട്ട് പോയത്. ആ വർക്കിന് നമുക്ക് W1 എന്ന് കൊടുക്കാം, വർക്കിന് W1 എന്ന് കൊടുക്കാം. ഇനി അങ്ങനെ വർക്ക് ചെയ്ത് ഈ ഫ്ലൂയിഡ് വന്നത് ഇവിടെ ഒന്ന് പുറത്ത് ചാടണോ അല്ലേ. പുറത്ത് ചാടുമ്പോൾ അവിടെ ഒരു വർക്ക് നടന്നില്ലേ, ആ വർക്കിന് നമുക്ക് എന്ത് കൊടുക്കാം? W2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ സൈഡിലുള്ള ഫസ്റ്റ് റീജിയനിലുള്ള പ്രഷറിന് നമുക്ക് P1 എന്ന് കൊടുക്കാം, സെക്കൻഡ് റീജിയനിലുള്ള പ്രഷറിനെ നമുക്ക് P2 എന്ന് കൊടുക്കാം. അപ്പോൾ റീജിയൻ 1-ലെ പ്രഷർ P1 ആണ്, റീജിയൻ 2-ലെ പ്രഷർ P2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പറയാം റീജിയൻ 1-ലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? റീജിയൻ 1-ലെ ഏരിയ A1 ആണ്, അത് ഗ്രൗണ്ടിൽ നിന്ന് H1 ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അവിടെ നമ്മൾ M മാസുള്ളതും ΔV വോളിയം ഉള്ളതുമായ ഒരു ഫ്ലൂയിഡിനെയാണ് തള്ളിക്കയറ്റുന്നത്. അതുകൊണ്ട് അവിടെ ഒരു വർക്ക് ഡൺ ഉണ്ട്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. ഇനി റീജിയൻ 2-ലാണെങ്കിലോ ഏരിയ കൂടുതലാണ്, ഏരിയ കുറവാണല്ലേ. ഏരിയ എന്ന് പറയുന്നത് A2 ആണ്, അത് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും ഹൈറ്റ് H2 അകലെയാണ് ഇരിക്കുന്നത്. അവിടെയും പുറത്ത് ചാടുന്ന ആ ഫ്ലൂയിഡിൻ്റെ മാസ് M ആണ്, വോളിയം എന്ന് പറയുന്നത് ΔV ആണ്. അവിടെയും പുറത്ത് ചാടുന്നതുകൊണ്ട് അവിടെ ഒരു വർക്ക് നടക്കുന്നു, ആ വർക്കാണ് W2, അവിടുത്തെ പ്രഷറാണ് P2. ഓക്കെ, ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് കടക്കാം. ഡെറിവേഷനിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആലോചിക്കാം, നമ്മളിവിടെ വർക്ക് നടന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ വർക്ക് ഡൺ, ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് ടൈപ്പ് എനർജി ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അപ്പോൾ ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇത്രയും ഓർത്ത് വയ്ക്കുക. ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് ഈ ചേഞ്ച് ഇൻ വർക്ക് എന്താണെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു W എന്ന് പറയുന്നത് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും പ്രോഡക്റ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷർ എനർജി എന്ന് പറയുന്ന ടോപ്പിക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു W എന്ന് പറയുന്നത് പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും എന്താണ്? പ്രോഡക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ വർക്ക് ഒന്ന് എഴുതി നോക്കാം. ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതേ ഇവിടെ രണ്ടാമത്തെ റീജിയനിൽ W2 വർക്കാണ്, ഫസ്റ്റ് റീജിയനിൽ W1 വർക്കാണ് അല്ലേ. രണ്ട് വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? W1 മൈനസ് W2. അപ്പോൾ നമുക്ക് എഴുതാം ചേഞ്ച് ഇൻ വർക്ക് എന്ന് പറയുന്നത് W1 മൈനസ് W2 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം വർക്കിൻ്റെ ഫോർമുല P × V ആണ്. അപ്പോൾ ഫസ്റ്റ് റീജിയനിലുള്ള വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് P1 ആണ്, V എന്ന് പറയുന്നത് ΔV ആണല്ലേ. അതായത് നമ്മൾ വോളിയം ΔV എന്ന് പറയുന്നത് റീജിയൻ 1-ലെ പ്രഷർ P1-ഉം വോളിയം എന്ന് പറയുന്നത് ΔV ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? W1-ന് പകരം P1 ΔV എന്ന് എഴുതാം. ഓക്കെ, ഇനി W2 റീജിയൻ 2-ലുള്ള വർക്ക് ഡൺ ആണ്. റീജിയൻ 2-ലുള്ള വർക്ക് ഡൺ ആണ് W2 എന്ന് പറയുന്നത്. അതെങ്ങനെ എഴുതാം? അവിടുത്തെ പ്രഷർ P2 ആണ്, അവിടുത്തെ വോളിയം സെയിം തന്നെയാണ്, ΔV ആണ്. അപ്പോൾ P2 × ΔV എന്ന് എഴുതാം. P2 ΔV അതവിടെ കിടന്നോട്ടെ. ഇനി നമുക്ക് ഈ ഇക്വേഷന് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ΔW വരെ നമുക്കിത് കൊടുക്കാം. P1 ΔV മൈനസ് P2 ΔV ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം
കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഹാഫ് എം വി സ്ക്വയർ ആണല്ലേ. അപ്പോൾ നമ്മളിത് ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. റീജിയൻ 1ലുള്ള വെലോസിറ്റി നമ്മൾ v1 ആയിട്ട് എടുക്കുന്നു, റീജിയൻ 2ലുള്ള വെലോസിറ്റി നമ്മൾ v2 ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസ് എങ്ങനെ എഴുതാം? ഹാഫ് എം, നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ ആണല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ എന്ന് എഴുതാം, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് എഴുതാം ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ. അപ്പോൾ അതേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടി. ഇനി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമുക്കറിയാം mgh ആണല്ലേ. അപ്പോൾ mgh ആണ്. ഈ സെക്കൻഡ് റീജിയനിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h2 ആണ്, ഫസ്റ്റ് റീജിയനിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് mgh2 മൈനസ് mgh1. ഓക്കെ ആണോ? നമ്മൾ എന്ത് എഴുതി? വർക്കിൻ്റെ ചേഞ്ച് എഴുതി, പിന്നെ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എഴുതി, പിന്നെ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാം. P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി ഈക്വൽ ടു, ഇവിടെ നിന്ന് ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് ഹാഫ് എം കോമൺ എടുക്കാം. ഹാഫ് എം ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. ഓക്കെ, ഇനി ഈ രണ്ട് ടേമിൽ നമുക്ക് എന്ത് കോമൺ എടുക്കാം? എമ്മും ജിയും കോമൺ എടുക്കാം. ബാലൻസ് വരുന്നത് h2 മൈനസ് h1. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അത്രയും എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നമുക്കൊരു ഇക്വേഷൻ നമുക്കറിയാം. ഡെൻസിറ്റിയുടെ ഫോർമുല നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം, ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി ആണ്. അപ്പോൾ മാസ് ബൈ ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് ഈ മാസിന് പകരം നമുക്ക് എന്ത് എഴുതാം? മാസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ വി എന്ന് എഴുതിക്കൂടെ? മാസ് ഈക്വൽ ടു റോ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ ഈ ഇക്വേഷനിൽ എവിടെയെല്ലാം മാസ് ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? റോ ഇൻറ്റു ഡെൽറ്റ വി കൊടുക്കാം. അപ്പോൾ നമുക്ക് എഴുതാം P1 ഡെൽറ്റ വി മൈനസ് P2 ഡെൽറ്റ വി ഈക്വൽ ടു ഹാഫ് എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? റോ ഡെൽറ്റ വി ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ പ്ലസ് ഇവിടെ എം ഉണ്ട്, എന്ത് കൊടുക്കുക? റോ ഇൻറ്റു ഡെൽറ്റ വി കൊടുക്കുക, ജി കൊടുക്കുക, ബാലൻസ് h2 മൈനസ് h1 കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി നിങ്ങളൊന്ന് ഇക്വേഷൻ നോക്കിയാൽ എല്ലാ ടേമിലും എന്തുണ്ട്? ഡെൽറ്റ വി ഉണ്ടല്ലേ. ഓരോ ടേമിലും ഡെൽറ്റ വി ഉണ്ട്. നമുക്ക് അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഡെൽറ്റ വിയെ എല്ലാ ടേമിൽ നിന്നും അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ബാലൻസ് നമുക്ക് എന്ത് വരുന്നുണ്ട്? P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് അങ്ങോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തും കൂടെ എഴുതാം. അപ്പോൾ ഹാഫ് റോ v2 സ്ക്വയർ മൈനസ് ഹാഫ് റോ v1 സ്ക്വയർ പ്ലസ് ഇവിടെ റോയും ജിയും ഉണ്ട്, അതിനെ നമുക്കൊന്ന് അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. റോ ജി h2 മൈനസ് റോ ജി h1 ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഫസ്റ്റ് റീജിയനുള്ള എല്ലാ ടേമിനെയും കൂടെ ഒന്നിച്ചെഴുതാം. സെക്കൻഡ് റീജിയനുള്ളതിനെല്ലാം നമുക്ക് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ P1 അത് ഫസ്റ്റ് റീജിയനുള്ള അല്ലേ. അപ്പോൾ P1 അവിടെ എഴുതി, P1 ഉണ്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് റീജിയനിൽ വരുന്നത് ഇതുണ്ടല്ലേ. അപ്പോൾ ഈ ടേം അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ഹാഫ് റോ v1 സ്ക്വയർ, പിന്നെ ഫസ്റ്റ് റീജിയനിൽ വരുന്നത് ഇതുണ്ടല്ലേ. അപ്പോൾ ഇതും അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. പ്ലസ് റോ ജി h1. ബാലൻസ് ഏതൊക്കെ വരും? P2 ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് P2 ആവും. പ്ലസ് ഹാഫ് റോ v2 സ്ക്വയർ അവിടെ ഉണ്ട്, പ്ലസ് റോ ജി h2 അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? റീജിയൻ 1ലുള്ള പ്രഷറും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയവും പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയവും ഈക്വൽ ടു റീജിയൻ 2ലുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി രണ്ട് റീജിയനിലും ഈ വാല്യൂസ് എല്ലാം സെയിം തന്നെയാണ്, കോൺസ്റ്റൻറ്റ് തന്നെയാണ്, ഒരേപോലത്തെ ടേമുകൾ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? രണ്ട് സൈഡിലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലി എഴുതാം. ഈ P1ഉം 2 ഒക്കെ മാറ്റി ജനറലി എഴുതാം. P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്, ബെർണോളിസ് തിയറം പറയുന്നത്. P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്.